ഇന്നലെ ഞാനൊരു സംഭവം കണ്ടേ. ഞാനത് നിങ്ങളെ ഒന്ന് കാണിക്കാം. നിങ്ങൾ പലരും കണ്ടു കാണും. എന്നാലും ഞാനൊന്ന് കാണിക്കാം. ഇതാണ് ഒരു ചുള്ളൻ പയ്യനെ കണ്ടു ഇന്നലെ. സംഭവം നമ്മുടെ അനീഷാണ്. ശരിക്കും പറഞ്ഞാൽ അനീഷിന് വന്ന ഒരു മാറ്റം എന്ന് ഞാൻ ചിന്തിച്ചു പോയി. കാരണം ഈ ബിഗ് ബോസിൽ വന്ന ആ സമയത്ത്, അതായത് ആ ഒരു എൻട്രിയിൽ തന്നെ മൈജിയുടെ ആ ഒരു യൂണിഫോം പോലത്തെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് അതിൻ്റെ അകത്ത് കയറി. പിന്നെ അങ്ങോട്ടുള്ള കുറച്ച് ദിവസങ്ങൾ ശരിക്കും പറഞ്ഞാൽ അനീഷിന്റെ ഒരു ലുക്ക് വൈസ് നോക്കുവാണെങ്കിൽ ഡ്രസ്സിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ പരമ ബോറായിരുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ടി വരും. അത് പ്രത്യേകിച്ച് ഈ ബിഗ് ബോസിന്റെ ഒരു പണി, ഏഴിന്റെ പണി എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ഒരു ടാസ്ക് മാതിരിയൊക്കെ പണിപ്പുര ടാസ്ക് അങ്ങനെ എങ്ങനെ കൊടുത്ത് ആർക്കും ഒരു തരത്തിലുള്ള ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുക്കാതെ ഇട്ട് വട്ടം ചുറ്റിച്ചായിരുന്നു എല്ലാവരെയും. കാരണം കുറേ ദിവസങ്ങളോളം എന്താ പറയുക, ഒരു ജോഡി രണ്ട് ജോഡിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ അതിനുള്ളിൽ എല്ലാവർക്കും വന്നിട്ടുണ്ട്. അതുകൊണ്ട് കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ തന്നെ പലർക്കും നേരമണം യൂസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് സീസൺ 7-ൽ. അതുകൊണ്ട് തന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് എല്ലാവർക്കും ഒന്ന് ഒരുങ്ങിയൊക്കെ നടക്കാനായിട്ടുള്ള അവസരം കിട്ടി. അപ്പോഴും നമ്മുടെ അനീഷിന് പ്രത്യേകിച്ച് ഒരുങ്ങാനായിട്ട് ഒന്നും ഇല്ലായിരുന്നു. അതായത് പുള്ളിക്കാരൻ നോർമൽ എങ്ങനെയാണോ ആ ഒരു രീതി തന്നെയാണ്. പ്രത്യേകിച്ച് മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടൊക്കെയാണ് അനുമോളൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കൊടുത്ത് പിന്നെ ഡ്രസ്സിങ്ങിലൊക്കെ കുറച്ചൊക്കെ വ്യത്യാസങ്ങളൊക്കെ വന്ന് അനീഷിനെ കണ്ടത് തന്നെ. ശരിക്കും പറഞ്ഞാൽ അനീഷ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇത്രയധികം ചേഞ്ചസ് വരുമെന്നൊന്നും ആരും തന്നെ പ്രതീക്ഷ കാണത്തില്ല. കാരണം അനീഷ് ഇപ്പോൾ വരുന്ന ഫംഗ്ഷൻസ് നോക്കുമ്പോഴും അതോടൊപ്പം വരുന്ന എല്ലാ പ്രോഗ്രാംസും നോക്കുമ്പോഴും അനീഷിന്റെ ഡ്രസ്സിങ് സെൻസ് ടോട്ടലി ചേഞ്ച് ആയിട്ടുണ്ട് എന്ന് എടുത്ത് പറയേണ്ടി വരും. കാരണം പുള്ളിക്കാരൻ നല്ല ഗെറ്റപ്പിൽ ആ ഒരു തരത്തിൽ ഒന്ന് എന്താ പറയുക, കണ്ടു കഴിഞ്ഞാൽ ഇത് അനീഷ് തന്നെയാണോ, നല്ല ചുള്ളനായിട്ടുണ്ടല്ലോ എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ഡ്രസ്സിങ് രീതിയൊക്കെയാണ് അനീഷിന്റെ ഇപ്പോഴത്തെ എന്ന് പറയുന്നത്. ഒരു ഫ്രീക്കൻ ലുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത് പുള്ളിക്കാരന് ചേരുന്നുണ്ട്. കാരണം എന്ന് പറയുന്നത് ചിലരൊക്കെ തന്നെ ഈ പറയുന്ന രീതിയിൽ ഒരു ന്യൂജൻ വസ്ത്രങ്ങളൊക്കെ ധരിക്കുമ്പോഴത്തേക്കും ഒരു കോമാളിത്തരമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അനീഷിന് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നില്ല. പുള്ളിക്കാരൻ അത് ചേരുന്നുണ്ട്, അതായത് ഇണങ്ങുന്നുണ്ട് ആ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ തന്നെ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഈ ഒരു ഫോട്ടോസ് തന്നെ ആയാലും കിട്ടില്ലായിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാതെ എടുത്തതായാലും അതോടൊപ്പം തന്നെ ആ ഒരു ഓരോ സ്റ്റൈൽ ലുക്ക് ആയാലും ഒക്കെ തന്നെ പൊളിച്ചെന്ന് തന്നെ പറയണം. കാരണം അനീഷ് ടോട്ടലി മാറി, ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി. അതായത് നമ്മൾ ആദ്യ ദിനം ബിഗ് ബോസിൽ ആദ്യ ദിനം കണ്ട ഒരു വ്യക്തിയെ അല്ല ഇപ്പോഴത്തെ അനീഷ് എന്ന് പറയുന്നത്. പുള്ളിക്കാരൻ ടോട്ടലി ചേഞ്ച് ആയി എന്ന് വേണം പറയാനായിട്ട്. അതായത് ബിഗ് ബോസിൽ ഒരു 60-65 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ചേഞ്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അനീഷ് മാറി വരുന്നു എന്നുള്ളത്. അത് ഇപ്പോൾ പൂർണ്ണ തോന്നി. അതായത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അനീഷ് ടോട്ടലി ചേഞ്ച് ആയി. എല്ലാ രീതിയിലും എല്ലാവരുമായിട്ടും ആ ഒരു അടുപ്പം വയ്ക്കുന്നതിലായാലും, അതായത് ബിഗ് ബോസിലെ മറ്റ് കണ്ടസ്റ്റൻസുമായിട്ടൊക്കെ തന്നെ അനീഷ് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ പറയുന്നത് അനീഷിന്റെ സ്വഭാവം വെച്ച് ആരുമായിട്ടും ഒരു ഇതും ഉണ്ടാകത്തില്ല. അനീഷിന്റെ പാടുമൊക്കെ പോകുന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. പുള്ളിക്ക് ഇഷ്ടമുള്ളവരടുത്ത് പുള്ളി നല്ല കട്ടയ്ക്ക് ഇപ്പോഴും ഫ്രണ്ട്സായിട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അത് ഈ പറയുന്നത് ഈ ഷാനവാസ് ആയാലും ആദില നൂറ ആയാലും അതോടൊപ്പം തന്നെ പലരും, അതായത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് പുള്ളി ആ ഒരു കോൺടാക്ട് ഇപ്പോഴും വെച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ പുള്ളിയുടെ ആ ഒരു ചേഞ്ചസ് അത് ശരിക്കും പറഞ്ഞാൽ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ. ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വേഷപ്പകർച്ചയിലൊക്കെയാണ് അനീഷിനെ ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ബിഗ് ബോസിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ചേഞ്ചസ് സംഭവിച്ചത് അതിപ്പോൾ ജീവിത രീതികളിലായാലും അതോടൊപ്പം തന്നെ ഒരു സെലിബ്രിറ്റി ആയി മാറിയ ആ ഒരു ഇതിലായാലും ഒക്കെ തന്നെ എനിക്ക് തോന്നുന്നു ടോട്ടലി ഒരു ചേഞ്ചസ് അല്ലെങ്കിൽ ഒരു മാറ്റം, ഒരു നേട്ടം ഉണ്ടാക്കിയ വ്യക്തി തീർച്ചയായിട്ടും അത് അനീഷ് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എനിക്ക് അതിൽ ഒരു സംശയവും തോന്നുന്നില്ല. കാരണം ടോട്ടലി ഒരു ചേഞ്ച് ആയിട്ട് മാറിയ ഒരു വ്യക്തി ഈ സീസൺ 7-ൽ നോക്കിക്കഴിഞ്ഞാൽ അത് അനീഷ് തന്നെ ആയിരിക്കും 100%. ശരിക്കും ഇതൊക്കെയാണ് മാറ്റങ്ങൾ എന്ന് പറയുന്നത്. കാരണം ഒരു മനുഷ്യന് ഏത് തരത്തിൽ മാറാൻ പറ്റുമെന്ന് ശരിക്കും പറഞ്ഞാൽ അനീഷ് തെളിയിച്ച് കാണിച്ചിട്ടുണ്ട്. കാരണം എനിക്കും പറ്റും ഇതൊക്കെ എന്നുള്ളത് അനീഷ് തീർച്ചയായിട്ടും തെളിയിച്ച് കാണിച്ചു എന്നുള്ളത് അനീഷിന്റെ കഴിവ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.